സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെ തേടിയാണ് ഗ്രാമസ്വരാജ് അവാർഡ് എത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ അരുവാപുരം ഗ്രാമപഞ്ചായത്തിനാണ് ഈ വർഷത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രാമസ്വരാജ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമ്മളോടിപ്പം ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മയാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചത്? 2024-25 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് സ്വരാജ് ട്രോഫി അരുവാപ്പുരത്തിനെ തേടിയെത്തിയിരിക്കുന്നത്. അരുവാപ്പുരത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ട് സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും അതോടെ തന്നെ എനിക്കൊരു വെല്ലുവിളിയും കൂടിയാണിത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ 25-26 നമ്മൾ പുതിയ ഭരണസമിതി കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് ഈ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്വരാജ് ട്രോഫി. ഉറപ്പായിട്ടും ഭരണസമിതിയും അതോടൊപ്പം തന്നെ അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അതുതന്നെയാണ് സ്വരാജ് ട്രോഫി 3 വർഷവും നമ്മളെ തേടി എത്താനുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വരാജ് ട്രോഫി ഈ വർഷവും ലഭിച്ചതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈഫ് മിഷൻ പരിപാടി അതുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രോഫി കിട്ടാനുള്ള വലിയൊരു കാരണം തന്നെയാണ്. ഇനിയും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമാണ്, ഇപ്പോൾ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഉറപ്പായിട്ടും നമുക്ക് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പുതിയ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ള വിപുലമായ കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ കാഴ്ചവെച്ച നല്ല കാര്യങ്ങളെ എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഉറപ്പായിട്ടും മുൻ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നമുക്ക് നേടിത്തന്നിരിക്കുന്ന നേട്ടങ്ങളെ നഷ്ടപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നിറയെ വെല്ലുവിളികളുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുമോ, ഒരു വനപ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികളുണ്ടോ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ നമുക്കേറെയാണ്. വെല്ലുവിളികളെയൊക്കെ നേരിട്ടുകൊണ്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ പുതിയ ഭരണസമിതിയും കാഴ്ചവെക്കുകയും ഈ നേട്ടവുമായി മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പുതിയ ഭരണസമിതി ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടാകും. അവരും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തൊരുമിച്ച് തന്നെ അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിനെ ഇനിയും നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് പിന്നെ മലയോര മേഖല, ഈ 2 മേഖലയും കൂടി ചേർന്നാണ് പത്തനംതിട്ട ജില്ല സ്ഥിതി ചെയ്യുന്നത്. റവന്യൂ വരുമാനം വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് അതുപോലുള്ള ഷോപ്പിംഗ് മാളോ മറ്റുള്ള ഒന്നും തന്നെയില്ല. പക്ഷെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതി വിഹിതം അവരിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു കാൽവയ്പും കൂടി ആയിരിക്കുമല്ലോ ഈ അവാർഡ് എത്തിയത്. ഉറപ്പായിട്ടും നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരും നമ്മളോട് അതിന് അവരുടെ പരമാവധി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നിന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പരമാവധി ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെല്ലാം തന്നെ നമ്മൾ കാലതാമസം ഇല്ലാതെ തന്നെ തീർക്കാൻ പരമാവധി ഉദ്യോഗസ്ഥരും ശ്രമിക്കാറുണ്ട്. അതിൻ്റെ കൂടി ഒരു നേട്ടമാണ് സ്വരാജ് ട്രോഫി നമുക്ക് ലഭിച്ചത്. ഇലക്ഷന് മുമ്പാണ് നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഇലക്ഷൻ ശേഷം തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പഞ്ചായത്ത് പ്രസിഡന്റാണ്, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളും? ഉറപ്പായിട്ടും ഇലക്ഷന് മാത്രമാണ് നമ്മൾ രാഷ്ട്രീയം മുന്നോട്ട് കണ്ടുകൊണ്ട് പോയി. ഇപ്പോൾ തന്നെ നമ്മൾ അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ കൊക്കാത്തോട് എന്ന് പറയുന്ന ഒരു വനപ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. വനപ്രദേശത്തെ സംബന്ധിച്ചുള്ള എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ എന്നും മുന്നിലുണ്ടാകും. കൊക്കാത്തോട് പോലെ പ്രദേശത്ത് നിന്ന് വരുമ്പോൾ എനിക്കറിയാം ആ പ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ്, അതുപോലുള്ളൊരു പ്രദേശത്തെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മുന്നിൽ കണ്ട് വളർന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ഞാനും എനിക്കൊപ്പം തന്നെ ഭരണസമിതിയും ചെയ്യുന്നതായിരിക്കും. ഹാട്രിക് വിജയമാണ് ഈ പഞ്ചായത്ത് നേടിയിട്ടുള്ളത്. വീണ്ടും അടുത്ത വർഷവും അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ നമ്മളോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.